ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്ക് പലപ്പോഴും ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നാമം ജപിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതെല്ലാം ചെയ്ത്, അതായത് കൃത്യസമയത്ത് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വളരെ സ്വസ്ഥമായി സമാധാനമായി അത്യാവശ്യം വേണ്ട ചുറ്റുപാടുകളെല്ലാം ആയിട്ട് നമ്മൾ സ്വസ്ഥമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് കൃത്യമായി നമ്മുടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതാവുകയും നാമം ജപിക്കാൻ സാധിക്കാതാവുകയും അമ്പലത്തിൽ പോകണമെന്നുള്ള തോന്നലില്ലാതാവുകയും ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരികയും ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ടും നാമം ജപിച്ചിട്ടും അമ്പലത്തിൽ പോയിട്ടുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങളൊക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് വയ്യ. നമുക്ക് തന്നെത്താനെ ഒരു മടുപ്പ് തോന്നും. എത്ര നാമം ജപിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു ഗുണം ഭഗവതി തരുന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അതല്ലെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ അങ്ങ് മടുക്കും. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. ഒരു മടി എല്ലാ കാര്യത്തിനും. അതെന്തുകൊണ്ടായിരിക്കാം? അതാണ് കണ്ണുദോഷം അല്ലെങ്കിൽ നാവുദോഷം എന്നൊക്കെ പറയും. അത് ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്. നമ്മൾ വളരെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ആളുകൾ വന്നിട്ട്, കുഴപ്പമില്ലല്ലോ, അവർ നന്നായിട്ടാണല്ലോ ജീവിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ വന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളോട് പറയും, ചേച്ചിക്ക് ഇപ്പോൾ എന്താ കുഴപ്പം, ചേച്ചിക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ടല്ലോ, മക്കളൊക്കെ നല്ല നിലയിലായി, ചേച്ചിക്ക് ഇപ്പം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, കാശിന് കാശ്, വീടിന് വീട്, ഇതെല്ലാം ഉണ്ട്. ഇത് ചില മനുഷ്യർ സ്ഥിരമായി നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവും ഇല്ലേ? അത് നമ്മുടെ മനസ്സിലേക്ക്, ദൈവമേ അവരെന്തിനാ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ എപ്പോഴും പറയുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് കൈകഴപ്പ്, കാലുകഴപ്പ്, തലവേദന, ശരീരവേദന, മടി, വിളക്ക് കത്തിക്കാനുള്ള ഒരു മടി, അമ്പലത്തിൽ പോകാനുള്ള മടി, അമ്പലത്തിൽ പോകണമെന്ന് ചിന്തിച്ചാൽ പോലും നമ്മൾ മടി പിടിച്ചിട്ട് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? ഇത് ഈ കണ്ണുദോഷമാണ്. ഈ കണ്ണുദോഷം മാറാനായിട്ട് എന്തു ചെയ്യണം? അതാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. ഈ കണ്ണുദോഷം എന്ന് പറയുന്നത് വലിയ ദോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം വിശ്വാസം ഇല്ലായിരിക്കും, പക്ഷേ അതുണ്ട്. കാരണം ധാരാളം ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. ഇപ്പം നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും നമ്മുടെ വീട്ടിലുള്ളത്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ആ പഠിക്കുന്ന കുട്ടി എല്ലാവരും പറയും നന്നായിട്ട് പഠിക്കും, മിടുക്കനാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടി ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നു? പഠിക്കാതാവും. നല്ല സൗന്ദര്യമുള്ള കുട്ടികൾ കാണും കുഞ്ഞിലെ. കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളെ കാണാനായിട്ട് ആ സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു കണ്ണുദോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഒന്നും പഠിക്കാതെ ഇങ്ങനെ വായി നോക്കി വാളി കളിച്ച് നടക്കുന്ന പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ITIയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട്, അതായത് ചെറിയ ചെറിയ കോഴ്സ്, ITI എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞു കോഴ്സുകളാണ്, അതൊരു ദീർഘകാല കോഴ്സുകളല്ല, വലിയ ഡിഗ്രി കോഴ്സുകളല്ല, അതുപോലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കിട്ടും. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളെ കാട്ടി പെട്ടെന്ന് ജോലി ഈ ITI പഠിച്ച ആൾക്ക് കിട്ടുകയും അവർ വല്ല വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ധാരാളം പണം സമ്പാദിക്കുകയും സമൂഹത്തിൽ നല്ല വിലയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആളുകൾ പറയും, കണ്ടോ അവൻ അങ്ങനെ നടന്നെങ്കിൽ എന്താ, അവൻ ഇപ്പോൾ ITI ഒക്കെ പഠിച്ച് പാസ്സായി, കണ്ടോ അവന് നല്ല ജോലിയായി. മറ്റേ കുറിച്ച് നന്നായിട്ട് പഠിക്കുമായിരുന്നു, എഞ്ചിനീയറിങ്ങിനൊക്കെ ഗവൺമെൻറ് സെലക്ഷൻ കിട്ടി, എൻട്രൻസിലൊക്കെ ആദ്യത്തേത് വന്ന് ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്, പക്ഷേ ജോലിയായില്ല. ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ധാരാളമായിട്ട്. അപ്പോൾ അതൊക്കെ ഈ കണ്ണുദോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇവിടുത്തെ ചോദ്യം. കഴിവതും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് അധികം ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പഠിച്ചു പോകും എന്ന് പറയണം. അതല്ലാതെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര മിടുക്കനാണ് കേട്ടോ, എല്ലാത്തിനും ഫസ്റ്റാണ്, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മുടെ സന്തോഷം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ചില സമയത്ത് ഇത് നമുക്ക് തിരിച്ചടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അധികം പറയാതിരിക്കുക. പിന്നെ നമ്മൾ ഇപ്പം നാമം ജപിക്കുന്നു, അതുടനെ തന്നെ 10 പേരെ ഫോൺ വിളിച്ചിട്ട് ഞാൻ നാമം ജപിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഭഗവാനെ വിളിക്കുക, നാമം ജപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും അധികം പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. നമ്മൾ വിചാരിക്കുക അപ്പോൾ എല്ലാം രഹസ്യമാക്കി ചെയ്യണം, അങ്ങനെയല്ല. എല്ലാം രഹസ്യമാക്കി ചെയ്യണമെന്നുള്ളതല്ല. ചില കാര്യങ്ങൾ ഒന്ന് രഹസ്യമാക്കുക. ഇപ്പം നമ്മൾ നാമം ജപിക്കുകയാണെന്ന് 4 പേരോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ദോഷം വല്ലതും ഉണ്ടാകുമോ? ഇല്ല.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്കൊന്ന് രഹസ്യമാക്കി വെക്കാം. അപ്പം അങ്ങനെയൊക്കെ ചിലരാണെങ്കിൽ എനിക്കിന്ന് വെള്ളിയാഴ്ച വ്രതമാണ്, ഇങ്ങനെ ഇരിക്കും, വെള്ളിയാഴ്ച വ്രതമാണ് എനിക്കിന്നൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങനെ വരാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചുമ്മാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വളരെ വലിയ ഭക്തയാണ്, ഞാൻ എന്നും 4 നേരം അമ്പലത്തിൽ പോകുന്നവളാണ്, ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവളാണ്. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ഗമയ്ക്ക് വേണ്ടി ആളുകളോട് പറയും. പക്ഷെ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യാണ്ടാവും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു മടി വരും. അത് ചില കണ്ണുദോഷങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണുദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ തന്നെ ചില മുൻകരുതലുകൾ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മടി, മറ്റ് അലസത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്, കൈകാൽ കഴപ്പ്, ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നാമം ജപിക്കാനുള്ള ബുദ്ധിമുട്ട്, മടി, വെളുപ്പിനെ വിചാരിച്ചിട്ടും നിങ്ങൾക്ക് എഴുന്നേക്കാൻ സാധിക്കാത്തത്, ചിലർക്ക് വിളക്ക് കത്തിക്കാൻ പോലും തോന്നത്തില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഭഗവതിയെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭഗവതി നിങ്ങളുടെ ജീവിതത്തെ നല്ല ഐശ്വര്യമുള്ളതാക്കും. ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുക. ലളിതാ സഹസ്രനാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മടികൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ലളിതാ സഹസ്രനാമം കുറേ സമയം ഇരുന്ന് ജപിക്കണം, വിളക്ക് കത്തിക്കാൻ മടി പിടിച്ചിരിക്കുന്ന ഞാനാണോ ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുന്നതെന്ന്. അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ വന്നു കാണും അല്ലേ? വിളക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ട്, അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ആളെങ്ങനെയാണ് ഒരു അരമണിക്കൂർ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്? അപ്പം പറ്റുന്നവർ അങ്ങനെയുള്ള മടി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെ മടി പിടിച്ച് ഒട്ടും വയ്യ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിൽ ലളിതാ സഹസ്രനാമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്ക് എടുത്തിട്ട് അതിനകത്ത് 442 ശ്ലോകം, 442 ശ്ലോകം, അത് ഓം കുമാര ഗണനാഥാംബായേ നമഃ എന്നാണ് ആ ശ്ലോകം. 442 ശ്ലോകം അത് നിങ്ങൾ ഒന്ന് എഴുതിയെടുത്ത് വെക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? മുരുകൻ്റെയും, അതായത് കുമാരദേവൻ്റെയും ഗണപതിയുടെയും മാതാവാണ് അങ്ങ് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് അഹങ്കാരാദിഹീന വികാരങ്ങളെ ബന്ധിക്കുന്നവളാണ് എന്നും ആ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. മുരുകൻ്റെയും ഗണപതിയുടെയും അമ്മയായ അവിടുന്ന് അഹങ്കാരാദിഹീന വികാരങ്ങളെ ബന്ധിപ്പിക്കുന്നവളാണ്, അതാണ് ആ ശ്ലോകാർത്ഥം. അപ്പം അതുകൊണ്ട് ആ ശ്ലോകം നിങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് ഇങ്ങനെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ എന്നുള്ളതല്ല, നിങ്ങൾ കുളിച്ചിട്ട് ശുദ്ധമായിരിക്കുന്ന സമയത്ത്, അതായത് പീരീഡ്സ് ഒന്നും ആയിരിക്കുന്ന സമയത്തല്ല. അതല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അമ്മേ നാരായണ എന്ന നാമം നിങ്ങൾക്ക് നിരന്തരം ജപിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള നാമം നിങ്ങൾക്ക് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കാം. ഹരേ കൃഷ്ണ എന്ന നാമം നിങ്ങൾക്ക് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങൾ വിളക്ക് കത്തിച്ച് ഇരുന്ന് നാമം ജപിക്കാനാണ് പലർക്കും ബുദ്ധിമുട്ട്. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കൈ കഴയ്ക്കും, കാല് കഴയ്ക്കും, ഉറക്കം വരും, ആകെ പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള ദോഷങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ശ്ലോകം അത് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കും. വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു 3, 5, 7 തവണ അവിടെ നിന്നുകൊണ്ടായാലും ഈ നാമം ഇങ്ങനെ ജപിക്കുക. എന്നിട്ട് കുളിച്ചിട്ടാണ് നിങ്ങൾ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതെങ്കിൽ, നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്ന സമയത്തല്ല, അതല്ലാതെ നിങ്ങൾ ദോശ ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ നാമം ഇങ്ങനെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കണം, മറ്റുള്ളവർക്ക് കേൾക്കണ്ട. മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഇത് കേൾക്കാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ പറഞ്ഞ് കുറേശ്ശെ നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും നിങ്ങളുടെ ഈ മടി മാറുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ സമയം ഇരുന്ന് നാമം ജപിക്കാനൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. തീർച്ചയായിട്ടും ഒരു അത്ഭുതകരമായൊരു മന്ത്രമാണിത്, ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം. കാരണം ഭഗവതിയാണ് ഒരു മക്കളെ പോലെ നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ ഇതുപോലുള്ള ദോഷങ്ങളൊക്കെ മാറ്റി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചോളൂ. അമ്മയാണ് ഈ ലോകത്തിൻ്റെ രക്ഷക. അമ്മയ്ക്ക് മാത്രമേ
ആ പരാശക്തിക്ക് മാത്രമേ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കുന്ന ആപത്തുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. നമ്മൾ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നത് പരാശക്തിയായ ജഗദംബിക തന്നെയാണ്. ജഗദംബികയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊള്ളുക, ജഗദംബികയെ ആശ്രയിച്ചു കൊള്ളുക, ആ തൃപ്പാദങ്ങളിൽ അങ്ങ് നമസ്കരിച്ചു കൊള്ളുക. നമ്മുടെ ഈ ദോഷങ്ങൾ മാറ്റി നമുക്ക് ഒരു നല്ലത് വരുത്തേണമേ എന്ന് നിരന്തരം അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഈ പറഞ്ഞ നാമം നിങ്ങളങ്ങ് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഗണപതിയുടെയും മുരുകൻ്റെയും മാതാവാണ്. അവിടെ ഒരു മാതാവിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അമ്മ മനസ്സ് അവിടെ പെട്ടെന്ന് തന്നെ ആ അമ്മ മനസ്സിൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. നിരന്തരം നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും, കാരണം അവർക്ക് അത്രയേ ഉള്ളൂ അവരുടെ ബാധിച്ചിരിക്കുന്ന ആ നെഗറ്റീവ്. ചിലർക്ക് കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് അത്രത്തോളം ദോഷം ബാധിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ അമിതമായ പ്രാക്കും കണ്ണുമൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കും. നമ്മൾ വിചാരിക്കും ഈ പ്രാക്കൊന്നും ഇല്ലെന്ന്, പക്ഷേ ഉണ്ട്. അത് നിങ്ങളെ തലേ കൈവച്ചിങ്ങനെ പ്രാകുന്നതല്ല. നമ്മുടെ മനസ്സിൽ അവർക്ക് ഭയങ്കര സുഖമാണ്, നമുക്കൊന്നുമില്ല, ഇങ്ങനെ ആളുകൾ പറയത്തില്ലേ, എന്താ ചേച്ചിക്ക് കുഴപ്പം, നമ്മളെ പോലെയാണോ? ഇതൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ ബാധിക്കും. നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇല്ലെന്ന്, പക്ഷേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 50 പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു അനുഭവം ഉണ്ടായി കാണും. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമ്മൾ അതിനെതിരെ ഇങ്ങനെ പോയി എന്നെ അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വഴക്കുണ്ടാക്കാനോ അതല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്യാനോ പൂജകൾ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പോകരുത്. അവരുടെ സങ്കടം കൊണ്ട് അവർ പറയുന്നതാണ് എന്ന് വിചാരിക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത്? റോഡിലൊരു കുഴിയുണ്ട്, ആ കുഴി ഉണ്ടെന്ന് കരുതി അവിടെ കിടന്ന് ചീത്ത വിളിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒന്ന് ഒഴിഞ്ഞു പോവുക, അതാണ് ചെയ്യേണ്ടുന്നത്, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്ത്, ഇപ്പം ഞാൻ ഏകാദശിയാണ്, ഇതൊക്കെ അങ്ങ് വിസ്തരിക്കാൻ നടക്കരുത്. നാട്ടുകാരോട് മൊത്തം എനിക്കിന്ന് വ്രതമാണ്, ഫോൺ വിളിച്ചിട്ട് ചിലരുണ്ട് ചുമ്മാതങ്ങ് പറയും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ നിങ്ങളും ദൈവവുമായി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളുമായിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തുകൊള്ളു. അത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനൊന്നും നിൽക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ നാമം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കരമായ ഫലം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മളിട്ട ആ കഥയൊക്കെ നിങ്ങൾ കേൾക്കണം. അഷ്ടാവക്രൻ്റെ കഥയുണ്ട്, ആ കഥ കേൾക്കണം. ഹനുമാൻ സ്വാമിയുടെ കഥയുണ്ട്, ആ കഥയൊക്കെ കേട്ടിട്ട് നമ്മളൊരു ദൈവവിശ്വാസികളായിട്ട് ജീവിക്കുക. പക്ഷെ അന്ധവിശ്വാസികളാകരുത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഒരു കള്ള ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അയാൾ പറയുന്ന മന്ത്രവും പൂജയൊന്നും ചെയ്ത് കാശ് കൊണ്ട് കളയരുത്. ദുഷ്ടകർമ്മങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യരുത്. തിരിച്ച് ആളുകളോട് നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നെങ്കിൽ പോലും അവരോട് തിരിച്ച് വഴക്കിനും വക്കാണത്തിലും ഒന്നും പോകരുത്. ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ സകല വിഷമങ്ങളും സർവേശ്വരനിൽ സമർപ്പിച്ച് ഭഗവതിയിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോവുക. അതല്ലാതെ തെറ്റായ ഒരു കാര്യത്തിലും നിങ്ങൾ ചെന്ന് വീഴരുത്. ഇതുപോലുള്ള ചിലർ വന്നിട്ട് പറയും ആ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇതെല്ലാം മാറ്റിത്തരും. അങ്ങനെയൊന്നും നിങ്ങൾ പോയി വീഴരുത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം നാമം ജപിക്കുക. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കൃത്യമായി വ്രതവും അനുഷ്ഠാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വ്രതങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കുക. അതല്ലാതെ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊന്നും ചെന്ന് വീഴരുത്. നമ്മളെപ്പോഴും വിശ്വാസികളായിരിക്കണം, ഒരിക്കലും അന്ധവിശ്വാസികളാകരുത്. ഭഗവതിയെ വിശ്വസിക്കുക, ഭഗവാനെ വിശ്വസിക്കുക. ഏതാപത്തിലും ഈശ്വരൻ നമ്മളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് അങ്ങനെ വിശ്വസിക്കുക. നമ്മൾ രാമായണവും മഹാഭാരതവും ഒക്കെ പഠിക്കുന്നുണ്ട്, ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ആരെങ്കിലും ശത്രുവിനെ നശിപ്പിക്കാനായി പൂജ ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുഷ്കർമ്മികൾ ചെയ്യും, അതിൻ്റെ ഫലം അവർ തന്നെ എന്ത് ചെയ്യും, അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല മാർഗത്തിൽ ചലിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.